न तद् भासयते सूर्यो न शशाङ्को न पावकः यत् गत्वा न निवर्तन्ते തദ്ധാമ പരമം മമ. ഈ ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത് പരമപുരുഷനായ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ വാസസ്ഥാനമാണ് ഗോലോക വൃന്ദാവനം എന്ന കൃഷ്ണലോകം. അവിടെ സൂര്യചന്ദ്രന്മാരോ വൈദ്യുതിയോ അഗ്നിയോ പ്രകാശം പരത്തേണ്ട ആവശ്യമേ വരുന്നില്ല. അവിടുത്തെ ഗ്രഹങ്ങളെല്ലാം സ്വന്തമായി പ്രകാശിക്കുന്നു. നമ്മുടെ ഈ ലോകത്ത് സൂര്യന് മാത്രമേ സ്വന്തമായി പ്രകാശിക്കാൻ കഴിവുള്ളൂ. എന്നാൽ ഭഗവാന്റെ ലോകത്ത് എല്ലാം സ്വന്തമായി പ്രകാശിക്കുന്നു. ആ പ്രകാശമാണ് ബ്രഹ്മജ്യോതി. കീഴ്മേലായി നിൽക്കുന്ന മായാവൃക്ഷത്തെ മുറിച്ച് ഒരാൾ ഭഗവാന്റെ പരംധാമത്തിലെത്തിയാൽ അവൻ മുക്തനായി. ഈ ഭൗതിക ലോകത്തിൽ നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ അഭിമാനിച്ചാലും നമ്മുടെ ആത്മാവ് എപ്പോഴും ആധ്യാത്മിക സാമ്രാജ്യത്തിലെത്തി ഭഗവാന്റെ സഹചാരിയായി തീരുന്നു. കാവി ഉടുത്തതുകൊണ്ട് മാത്രം ഭൗതിക ലോകത്തിനോടുള്ള ആകർഷണം വിട്ടുമാറുന്നില്ല. ഈ ലോകത്തിൽ എല്ലാം താത്കാലികമാണ്. എന്നാൽ ഭഗവാന്റെ ലോകത്തിൽ എല്ലാം ശാശ്വതവും. ഭഗവാനോടുള്ള നിഷ്കാമമായ പ്രേമം, ഭക്തി, ആത്മജ്ഞാനം, ധ്യാനം എന്നിവയിലൂടെ നമുക്ക് ആ പരംധാമത്തിൽ എത്താൻ കഴിയും. ഹരി ഓം.